വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്യൂട്രിക്സ്. എൻ്റെ പേര് ജീനു. നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് സർക്കിൾസ്, പിമ്പിൾസ് ഇതിനെയൊക്കെ ഒരു റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് എങ്ങനെ ഹൈഡ് ചെയ്യാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. നിങ്ങളൊരു മേക്കപ്പ് ലവർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരുടെയും കയ്യിൽ ഒരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ടാവും. സോ ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്, അതായത് വാഷ് ചെയ്തിട്ടുണ്ട്, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഫൗണ്ടേഷൻ ഇടുന്നത് അല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ടാണ് നമ്മൾ റെഡ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെഡ് ലിപ്സ്റ്റിക് ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. കയ്യിലൊന്നും എടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം, എന്നിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി. വളരെ ലൈറ്റായിട്ട് മതി ഡാർക്ക് സർക്കിൾസിന് വേണ്ടിയിട്ടാണെങ്കിൽ. പിന്നെ നിങ്ങളുടെ ഡാർക്ക് സർക്കിൾസ് എന്തോരം ഉണ്ടെന്നുള്ളതിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ അപ്ലൈ ചെയ്യണം. എനിക്ക് അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോമ്പാക്ട് പൗഡറോ അല്ലെങ്കിൽ ലൂസ് പൗഡേഴ്സോ ടാൽക്കം പൗഡർ ആയാലും മതി, ഏതെങ്കിലും ഒരു പൗഡർ ആയാലും മതി. നമ്മൾ സെറ്റിൽ ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ നമ്മളിത് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഫൗണ്ടേഷനും ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എന്തായാലും ഫൗണ്ടേഷൻ ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ളതാണെങ്കിലും മാറ്റ് സ്റ്റിക്ക് ഫോമിലുള്ളതാണെങ്കിലും കൂടെ അത് മിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നിങ്ങളൊരു കോമ്പാക്ട് പൗഡർ എനി കൈൻഡ് ഓഫ് പൗഡർ യൂസ് ചെയ്ത് സെറ്റിൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ എടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ നല്ല ഡിഫറൻസ് കാണാമല്ലോ അല്ലേ. ഈ രണ്ട് ഐസും തമ്മിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനി ഈ ഐസും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ രണ്ട് ഐസും ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സിലും ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് നോക്കാം. അപ്പോൾ പിമ്പിൾസിന് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം. പിമ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അവിടുത്തെ സ്കിൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളവിടെ കൂടുതൽ മേക്കപ്പ് ഇട്ട് അങ്ങനെ ലെയർ ചെയ്യാത്തതാണ് നല്ലത്. എനിക്കിപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു പിമ്പിൾ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇതാണ് എൻ്റെ റീസെൻ്റ് ആയിട്ട് വന്ന പിമ്പിൾ. അപ്പോൾ നമുക്ക് ഇതിനെ റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്ത് എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മൾ ഓൾറെഡി പ്രൈമർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, അതായത് മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ടാണ് പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടത്. എങ്കിലും ഒന്നും കൂടെ ഒന്ന് പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് ആ പിമ്പിളിൻ്റെ സ്പോട്ടിൻ്റെ അവിടെ മാത്രം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ പ്രൈമർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഏകദേശം ആ ഒരു പ്രൈമറിൻ്റെ എഫക്റ്റ് തന്നെ കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിൻ്റെ ഓറഞ്ച് ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് പിമ്പിളിൻ്റെ മുകളിലൊന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കാം. എന്താ വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. അതൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 1 to 2 minutes ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് അബ്സോർബ് ആവാനായിട്ട്. ഒരു ലെയർ ഫോം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് ആ ഒരു ഏരിയയിലെ സ്കിൻ കൂടുതൽ അബ്സോർബ് ചെയ്യുന്നത് നല്ലതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് അധികം വലിയ പ്രശ്നമാകും. ചിലപ്പോൾ കുരു ഒന്നും കൂടെ പഴുക്കാനും വേറെ പിമ്പിൾസ് ഉണ്ടാവാനും ഒന്നും കൂടെ അവിടുത്തെ സ്കിൻ ഡിസ്റ്റർബ്ഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മളിതാ റെഡ് ലിപ്സ്റ്റിക് എടുത്തു. ഞാനിവിടെ എടുത്തിരിക്കുന്ന റെഡ് ലിപ്സ്റ്റിക് ഏതാണെന്ന് വെച്ചാൽ ലാക്മേ അബ്സല്യൂട്ടിൻ്റെ 101 സിൻഫുൾ ചെറി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മളിതാ എടുത്തിട്ടുണ്ട് റെഡ് ലിപ്സ്റ്റിക്. കൂടാതെ എനിക്ക് ഇവിടെയും ഒരു സ്പോട്ട് ഉണ്ട്, അവിടെയും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇവിടെ ഉണ്ടല്ലോ.
നമ്മൾ ഡാർക്ക് സർക്കിളിന് ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. കൺസീലർ യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. കൈ തന്നെ യൂസ് ചെയ്താൽ മതി. കുറച്ച് പോപ്പ് ചെയ്ത് നിൽക്കുന്ന പിമ്പിൾ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേണ്ടി വരും. എക്സസ് ആയിട്ടുള്ള പൗഡർ കളയാനായിട്ട് നമുക്കൊരു പൗഡർ ബ്രഷ് യൂസ് ചെയ്തൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരക്കരുത്, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. എന്നാലാണ് ആ ഒരു നമുക്ക് ഫുൾ കവറേജ് ആ ഒരു ഫൗണ്ടേഷൻ്റെ ആ ഒരു പിഗ്മെന്റേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ സൈഡിൽ എനിക്ക് ഒരു 1-2 മാർക്സ് ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് ഹൈഡ് ചെയ്യാം. ഒരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കൺസീലറിന് പകരമായിട്ട് ഇപ്പോൾ കളർ കറക്റ്റേഴ്സ്, കൺസീലർ, ഇതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്കൊരു റെഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.